സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇതാ ഒരു ഉപരാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റിന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുകയാണ്. തുടർച്ചയായി ഭരണകക്ഷിയായ NDAക്ക് അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുന്നു എന്നാരോപിച്ചാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. ദേശീയ മാധ്യമമാണ് ഇത് പുറത്തുവിട്ടത്. അങ്ങനെ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. ജഗ്ദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനാവശ്യമായ അംഗബലം രാജ്യസഭയിൽ പ്രതിപക്ഷത്തിനില്ലെങ്കിലും ഉടനടിയുള്ള ഈ നീക്കം ഒരു രാഷ്ട്രീയ സൂചനയാകുമെന്നാണ് ഇന്ത്യ സഖ്യം കരുതുന്നത്. ഈ ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കുക കൂടിയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു നീക്കം എന്നതും കാണാൻ കഴിയും. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കത്തിന് മറ്റു പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ പിന്തുണയുണ്ടെന്നും പറയുന്നു. ജഗ്ദീപ് ധൻഖർ കുറച്ചു നാളുകളായി ഇന്ത്യ സഖ്യത്തിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനവും. കുറെ നാളുകളായി പക്ഷപാതപരമായ സമീപനമാണ് ഉപരാഷ്ട്രപതി കൈക്കൊള്ളുന്നത് എന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രതിപക്ഷ MP-മാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളും അടിച്ചമർത്താനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് ഇന്ത്യ സഖ്യം തെളിവുകൾ സഹിതം നിരത്തി സമ്മതിക്കുകയാണ്. ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറസുമായി സുപ്രധാന കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നാരോപിച്ച് BJP MP-മാർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വൻ കോലാഹലം സൃഷ്ടിച്ചിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഉടനടി ചർച്ച വേണമെന്ന് BJP MP-മാർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ 267-ാം ചട്ടത്തിന് കീഴിൽ ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ എല്ലാ അപേക്ഷകളും നേരത്തെ തന്നെ നിരസിച്ചിരുന്ന രാജ്യസഭാ അധ്യക്ഷൻ BJP MP-മാരെ സംരക്ഷിക്കാനും സംസാരിക്കാനും അനുവദിച്ചതോടെയാണ് ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ കലിയിളകിയത്. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ, പ്രമോദ് തിവാരി, ജയറാം രമേശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ നോട്ടീസുകൾ നിരസിക്കപ്പെട്ട BJP നേതാക്കളെ രാജ്യസഭയിൽ സംസാരിക്കാൻ അനുവദിച്ച അധ്യക്ഷന്റെ നടപടിയിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ടാണ് പ്രതിഷേധം അറിയിച്ചത്. രാജ്യസഭയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഉപനേതാവായ സാഗരിക ഘോഷ് ഈ സർക്കാർ പാർലമെന്റിനെ തന്നെ കൊല്ലുകയാണ് എന്നും തുറന്നു പറഞ്ഞു. സാധാരണക്കാരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാരിന് ഉത്തരമില്ലാത്തതിനാൽ അവർ ഭയന്നിരിക്കുകയാണ്. BJPയും സർക്കാരും ഉന്നത ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്ത് ബ്യൂറോക്രാറ്റുകളുടെ കാൽ കീഴിലാക്കുന്നുവെന്നും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തിന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരിക്കാം, പക്ഷേ ഇത് നമ്മുടെ പാർലമെന്ററി സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സും ഓരോ ജനപ്രതിനിധികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളുമാണ് ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും സാഗരിക ഘോഷ് തുറന്നടിച്ചു. ഭരണഘടനയുടെ 67B, 92, 100 എന്നീ അനുച്ഛേദങ്ങളിലാണ് രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചാണ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ ഹാജരായ അംഗങ്ങളുടെ 50%-വും അധികമായി ഒരു വോട്ടും ലഭിച്ചാൽ ഈ പ്രമേയം അംഗീകരിക്കപ്പെടും. ഇത് അംഗീകരിക്കപ്പെട്ടാൽ ലോകസഭയിലേക്ക് പ്രമേയം നീങ്ങുകയും അവിടെ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ പാസ്സാവുകയും ചെയ്യും. എന്തായാലും 67B അനുച്ഛേദം അനുസരിച്ച് ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുൻകൂറായി നോട്ടീസ് നൽകിയിരിക്കണം എന്നാണ് ചട്ടം. ഈ പാർലമെന്റ് സമ്മേളനം ഡിസംബർ 20 വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ എന്നതിനാൽ നോട്ടീസ് ഇപ്പോൾ നൽകിയാലും ശീതകാല സമ്മേളന കാലയളവിൽ പ്രമേയം അവതരിപ്പിക്കാനാവില്ല. നിലവിൽ രാജ്യസഭയിലാകെയുള്ള 250 സീറ്റുകളിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിന് 103 അംഗങ്ങൾ മാത്രമാണുള്ളത്. സ്വതന്ത്ര അംഗമായ കപിൽ സിബൽ MP-യുടെ പിന്തുണയും അടക്കം 104 അംഗങ്ങളുടെ പിന്തുണ അവർക്കുണ്ട്. പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ പോലും വോട്ടെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ അംഗങ്ങളും ഹാജരാകുന്ന സാഹചര്യത്തിൽ 126 വോട്ടുകൾ വേണം അംഗീകാരത്തിന്. എങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ഈ നീക്കം BJPക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായാൽ മുന്നണിയുടെ ഐക്യത്തിനു കൂടി അത് ബലം നൽകുമെന്ന് ഇന്ത്യ സഖ്യവും കോൺഗ്രസ് നേതാക്കളും വിശ്വസിക്കുകയാണ്.